4 വീലുള്ള വാഹനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, 2 വീലുള്ള വാഹനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതാ ഈ ഐറ്റം ഇതുവരെ നമ്മൾ തൊട്ടിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ലേ മെറിഡിയൻ ഹോട്ടലിലാണ്. ഇന്നാണ് ഈ കാണുന്ന TVSന്റെ കിങ് EV മാക്സിന്റെ കേരള ഒഫീഷ്യൽ ലോഞ്ച് നടക്കാൻ പോകുന്നത്. ഒരുപാട് ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചേഴ്സും ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു അടിപൊളി ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് നമ്മുടെ TVSന്റെ കിങ് മാക്സ് EV എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ, എത്ര രൂപയ്ക്കാണ് ഇതിപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കൺവെൻഷണൽ ഓട്ടോ ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ഇലക്ട്രിക് ഓട്ടോയും വന്നിരിക്കുന്നത്. എന്നാൽ അതിനെ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക്കും സ്റ്റൈലിഷും ആക്കാനും വേണ്ടി TVS കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ കാണുന്ന LED ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. നമുക്കൊരു ട്വിൻ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് തരുന്നത്. അതിന് മുകളിലായിട്ട് ഐബ്രോസ് പോലെയുള്ള ഒരു ഷേപ്പിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഫ്രണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 12 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. അതും ട്യൂബ്ലെസ് ടയറോട് കൂടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റൈഡിങ് കംഫർട്ടും ഹാൻഡ്ലിംഗും നമുക്ക് ഈ ഒരു ഓട്ടോയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ കാറിൽ മറ്റേ നമ്മൾ കാണുന്ന പോലുള്ള നല്ല വൈഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിയർ വ്യൂ മിറർ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡ്രൈവറിന് നന്നായിട്ട് ബാക്കിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും. എന്നെ പോലെ 6 അടിക്ക് അടുത്ത് ഹൈറ്റ് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും സാധിക്കുന്ന പോലെയാണ് ഡ്രൈവർ ക്യാബിൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേസ് ഫീൽ ചെയ്യും. കാല് എൻ്റെ ഈ ഒരു ഇതിൽ തട്ടുന്നതായിട്ടുള്ള ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതേപോലെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ഹൈറ്റിൽ ഇരുന്ന് റോഡൊക്കെ നല്ല വിശാലമായിട്ട് കണ്ട് വണ്ടി ഓടിക്കാവുന്ന രീതിക്കാണ് ഇതിന്റെ സീറ്റിംഗ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റിന്റെ വിട്ടും കാര്യങ്ങളും എടുത്തു പറയാനാണ്. നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് ഇവിടെ വരെ ഇറങ്ങിയിരിക്കാം, നല്ലപോലെ സ്പേസ് കിട്ടുന്ന നല്ല ഒരു തൈ സപ്പോർട്ടും തരുന്ന രീതിക്കുള്ള ഒരു സീറ്റാണ്. അതേപോലെ തന്നെ ബാക്ക് സപ്പോർട്ടും നന്നായിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ ഈ പുറത്തിന്റെ ഈ ഒരു താഴ്ഭാഗം മുകളിൽ വരെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വിടർന്നിരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ഡ്രൈവർ സീറ്റിന് താഴെയായിട്ടുള്ളത് ഈ ഒരു സ്പേസിലാണ് ഇതിന്റെ 9 kWh ബാറ്ററി അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്പേസ് സേവിങ് വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റേ എങ്ങും സ്പേസ് പോയിട്ടില്ല. ഡ്രൈവറിന് താഴെ തന്നെ വരുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ ആ ഒരു സ്പേസ് മാനേജ് ചെയ്യാനായിട്ട് TVSനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്കൊരു ക്യാബിൻ ലൈറ്റ് വരുന്നുണ്ട്. 26ഓളം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു LCD മീറ്റർ കൺസോളിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റിൽ വേറെ ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ കാണാൻ സാധിക്കില്ല. TVSന്റെ സ്മാർട്ടെക്സ് കണക്ടിവിറ്റി ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് വാഹനത്തെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 26ഓളം ഫീച്ചേഴ്സ് നമുക്ക് ആ ഒരു ആപ്പിലൂടെ ഉപയോഗിക്കാൻ സാധിക്കും. ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ കാണിച്ചു തരും. ബാറ്ററിയുടെ റേഞ്ച് എന്തോരം ബാക്കിയുണ്ട്, നമ്മൾ ഏത് റൈഡിംഗ് മോഡിലാണ് ഓടിക്കുന്നത്, അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള ചാർജ് കൊണ്ട് വാഹനം എത്ര കിലോമീറ്റർ ഓടും, ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ നമ്മൾ കിടക്കുന്നത്, അതോ ന്യൂട്രൽ ആണോ, ടൈം കാണിച്ചു തരുന്നുണ്ട്, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു മീറ്റർ കൺസോളിനുള്ളിൽ വരുന്നത്. ഹാൻഡിൽ ബാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ്. ഗ്രിപ്പൊക്കെ തന്നെ നല്ല അടിപൊളിയാണ്. നമുക്ക് കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കുള്ളിൽ തന്നെ നിൽക്കുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് വൈപ്പറിന്റെ സ്വിച്ചും ഫോണും ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈ ബീം, ലോ ബീം, അതേപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും ഹെഡ് ലാമ്പ് ഓൺ ഓഫ് സ്വിച്ചും വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങേ അറ്റത്ത് ചെറിയ 3 സ്വിച്ചുകൾ വരുന്നുണ്ട്. ഫോർവേഡ്, അതുപോലെ തന്നെ മോഡ്, റിവേഴ്സ് ബട്ടൺസ്. ഫോർവേഡ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വാഹനം മുന്നിലേക്ക് പോകാനുള്ള തയ്യാറായതാ. ഫോർവേഡ് ഇട്ടിട്ട് വാഹനം മുന്നിലേക്ക് എടുക്കാം. ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ സിറ്റി, പവർ, ഇക്കോ എന്നിങ്ങനെ 3 റൈഡിംഗ് മോഡ്സിൽ വരുന്നുണ്ട്. ആ റൈഡിംഗ് മോഡ്സ് തമ്മിൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. റിവേഴ്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു വാർണിംഗ് സൗണ്ടോട് കൂടിയിട്ട് നമുക്ക് വാഹനം റിവേഴ്സ് എടുക്കാനായിട്ടും സാധിക്കുന്ന മോഡാണ്. ഇക്കോ മോഡിൽ 40 km/h സ്പീഡിലും, സിറ്റി മോഡിൽ 50 km/h സ്പീഡിലും, പവർ മോഡിൽ 60 km/h സ്പീഡിലുമാണ് നമുക്ക് ഈ ഒരു ഓട്ടോ ഓടിക്കാൻ സാധിക്കുന്നത്. അതേപോലെ ഈ 3 മോഡുകളിലെയും വാഹനത്തിന്റെ ആക്സലറേഷനിലും വ്യത്യാസം വരുന്നുണ്ട്. ഇക്കോ മോഡിൽ വളരെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ആ ഒരു ക്വിക്ക് ത്രോട്ടിൽ റെസ്പോൺസ് കാര്യങ്ങളൊന്നും കാണില്ല. വളരെ സമാധാനത്തിൽ നമുക്ക് മാക്സിമം റേഞ്ച് തരുന്ന പോലെയുള്ള ഒരു ബിഹേവിയർ ആണ് വാഹനത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പിന്നെ സിറ്റി മോഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓവർടേക്കുകളൊക്കെ തന്നെ സിറ്റിയിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നല്ല ലോഡൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും. പവർ മോഡിലാണ് വാഹനത്തിന്റെ മാക്സിമം പവർ കിട്ടുന്നത്. പവർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. നമ്മൾ തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഫുൾ ലോഡും കൊണ്ട് തന്നെ നല്ല രീതിക്ക് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്ന പോലെ, അതുപോലെ തന്നെ കയറ്റങ്ങളും മറ്റും നല്ല അനായാസം കയറി പോകുന്ന പോലെയുള്ള ഒരു പവർ ഡെലിവറിയാണ് ഇതിന് സാധിക്കുന്നത്. USB Type A ചാർജിംഗ് പോർട്ട് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലും നമുക്ക് ലോക്കോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്പീക്കർ പോക്കറ്റ്സ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഒരു ഹസാർഡ് ലാമ്പിന്റെ ഫംഗ്ഷൻ സ്വിച്ചും ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡാഷ്ബോർഡിൽ വരുന്നത്. അത്യാവശ്യം നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിലും പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലും ഒക്കെ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെഡ് റൂം നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും ഹൈറ്റ് ഉള്ള ഒരാളിൽ നിന്ന് തന്നെ ഹെഡ് റൂം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡ്രൈവർ ഭയങ്കര ഇടുങ്ങിയിരിക്കുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ കൂനി കൂടി ഇരിക്കേണ്ട ഒരു അവസ്ഥ ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. ഇനി പാസഞ്ചർ ക്യാബിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാസഞ്ചർ ക്യാബിനാണ് വരുന്നത്. ബെഞ്ച് ടൈപ്പ് സീറ്റാണ് നമുക്ക് വരുന്നത്. 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല ബാക്ക് സപ്പോർട്ടും തരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള ഗ്രിപ്പോട് കൂടിയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് തന്നെ ഇതിൽ വരുന്നത്. 2 സൈഡിൽ നമുക്ക് ഇപ്പോൾ ഡോർ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അനായാസം കയറി ഇറങ്ങുകയും ചെയ്യാം. മാത്രമല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഇതിൽ ലോഡ് ആൻഡ് അൺലോഡ് ചെയ്യാനും
വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ ഒരു രണ്ട് സൈഡിലെ ഡോർ എന്ന് പറയുന്നത്. പിന്നിലേക്ക് വരുമ്പോഴും നമ്മുടെ ആ ഒരു ടിപ്പിക്കൽ ഓട്ടോറിക്ഷ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കിൽ ആ ഒരു ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ബൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ കാണുന്ന സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് മുന്നിലേക്ക് മടക്കി ഇടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സീറ്റാണ്. ഇവിടെ രണ്ട് ഹുക്കുകളുണ്ട്, അത് നമ്മൾ അൺലാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റിനെ നമുക്ക് മുന്നിലേക്ക് മടക്കി ഇടാൻ സാധിക്കും. കണ്ടില്ലേ, ഇങ്ങനെ സീറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനം ഇതിന്റെ ഈ ഒരു ബൂട്ട് സ്പേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതല്ല, പാസഞ്ചറോട് ഉള്ളപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പാസഞ്ചറിന്റെ ആ ഒരു ഫുട്ബോർഡ് ഏരിയയിൽ നമുക്ക് സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചാർജറായിട്ട് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് സോക്കറ്റിൽ കുത്താം. അതേപോലെ തന്നെ ഈ ഒരു വശം എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോയിൽ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യും. ഈ ഒരു ചാർജർ വാഹനത്തിൽ വെച്ചിട്ട് പോകുന്നത് അത്ര സേഫ് ആണോ എന്ന് പലർക്കും ഒരു സംശയം തോന്നാം. പക്ഷേ അതിനും ഒരു സൊല്യൂഷൻ TVS ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ചാർജർ ബോക്സ് നമുക്കിതാ വെച്ച് ലോക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ലോക്കും അതുപോലെ തന്നെ ഒരു ലോക്കർ പോലെയുള്ള ഒരു പോർഷനും കൂടെ ഈ ഒരു ഓട്ടോയുടെ ബാക്ക് സീറ്റിന് പുറകിലായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഈ ഒരു അകത്ത് കയറ്റി വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരും ചാർജർ നമ്മുടെ എടുത്തുകൊണ്ട് പോകുന്നുള്ള പേടി വേണ്ട. ചാർജിങ് ടൈമാണ് ഈ ഒരു ഓട്ടോയുടെ മറ്റൊരു ഹൈലൈറ്റ്. ഇതിൽ 9 kilowatt-hour ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ബാറ്ററിയെ 0 to 100 നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം 3.5 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. ഇനി നിങ്ങൾക്ക് 0 to 80% മാത്രമായിട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വെറും 2.25 മണിക്കൂറേ വരുന്നുള്ളൂ. സോ അതും ഈ ഒരു വാഹനത്തിലെ ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചറാണ്. 179 കിലോമീറ്ററാണ് ഇതിന്റെ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 90 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത്രയും കിലോമീറ്റർ ഓടാൻ സാധിക്കും. അത് നമ്മൾ 90 രൂപയുടെ ഡീസലുമായിട്ടോ പെട്രോളുമായിട്ടോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു റേഞ്ച് നമുക്ക് ഒരിക്കലും ആ 90 രൂപയുടെ ഇതിൽ കിട്ടില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ വളരെ ലാഭകരമാണ്. കാരണം നിങ്ങളുടെ സ്റ്റാൻഡിനടുത്ത് തന്നെ ചാർജർ കാണും. നിങ്ങൾ പ്രത്യേകിച്ച് സ്റ്റേഷൻസിലൊന്നും പോകേണ്ട ആവശ്യമില്ല ചാർജ് ചെയ്യാനായിട്ട്. ഒരു പവർ സോക്കറ്റ് ഉണ്ടെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓട്ടോ ആണ്. നമ്മുടെ ഡീസലും പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പൊല്യൂഷൻ ഇല്ല. അതുപോലെ തന്നെ സർവീസിന്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. 11 സർവീസാണ് TVS നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ 3 വർഷത്തേക്കുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസും ഈ ഒരു വാഹനത്തിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. 6 വർഷം അല്ലെങ്കിൽ 1,50,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ വാറണ്ടി കമ്പനി പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഇലക്ട്രിക് ആണ്, എടുത്താൽ പണി കിട്ടുമോ എന്നുള്ള പേടിയേ വേണ്ട. എന്തെങ്കിലും വന്നാൽ തന്നെ അത് നമുക്ക് പരിഹരിക്കാനുള്ള കാര്യങ്ങളും TVS തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 180 മില്ലിമീറ്റർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ പൊളിഞ്ഞ റോഡിൽ കൂടെയും നല്ല വലിയ ഹമ്പുകളുള്ള റോഡിൽ കൂടെ നമുക്ക് ഇത് അടി തട്ടുമെന്നുള്ള പേടിയില്ലാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹൈലൈറ്റ് 500 മില്ലിമീറ്ററിന്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി വരുന്നുണ്ട്. അതായത് 500 മില്ലിമീറ്ററോളം വെള്ളത്തിൽ കൂടെ നിങ്ങൾക്ക് ഇത് ഓടിച്ചെന്ന് പറഞ്ഞാലും ഇതിന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. വെള്ളം ഇതിൽ കയറില്ല, ബാറ്ററിക്ക് ഒരു കംപ്ലൈന്റ് വരുന്നില്ല, മോട്ടറിന് ഒരു കംപ്ലൈന്റ് വരാൻ പോകുന്നില്ല. ഇലക്ട്രിക് ഓട്ടോ ആയതുകൊണ്ട് ഇതിന് വലിവ് കാണുമെന്ന് സംശയമുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. 0 to 30 km/h ആക്സലറേഷൻ ഇതിന് വെറും 3.7 സെക്കൻഡ്സ് മാത്രം മതി. അപ്പം നമ്മുടെ നോർമൽ ഡീസൽ പെട്രോൾ ഓട്ടോകളെക്കാളും ബെറ്റർ ആയിട്ട് നല്ലൊരു വലിവ് തരാനായിട്ട് സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ടാണ് ആ ഒരു വലിവ് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഈ ഒരു 3 വാഹനങ്ങളോട് വെച്ചിട്ട് അതിലേതിൽ കയറുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക്കലായിരിക്കും കയറാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഓട്ടോകളിൽ കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളി റൈഡ് കംഫർട്ടാണ് ഈ ഒരു ഓട്ടോയിൽ കിട്ടുന്നത്. കാരണം എഞ്ചിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഓടുന്ന പോലും അറിയാണ്ട് അകത്തിരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നല്ല ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല വീതിയേറിയ സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റമറും ഡ്രൈവറും ഒരേപോലെ കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു ഓട്ടോയിൽ. ഇനി പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.95 lakhs ആണ് ഈ ഒരു വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ലാഭം തന്നെ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഫ്യൂലിനായിട്ടുള്ള എക്സ്പെൻസോ അല്ലെങ്കിൽ മെയിൻ്റനൻസിലായിട്ടുള്ള എക്സ്പെൻസോ ഒന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വലുതായിട്ട് പോകാൻ പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് എന്നും ഇഷ്ടം പോലെ ഓട്ടോ എടുത്ത് കിട്ടുന്നതൊക്കെ തന്നെ ലാഭമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഇലക്ട്രിക് സ്കൂട്ടറാണ്. സ്കൂട്ടറല്ല, ഓട്ടോയാണ് നമ്മളുടെ TVSന്റെ കിങ് EV Max എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഓടിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള TVS 3-wheeler ഡീലർഷിപ്പിലേക്ക് ചെല്ലുക. ഓടിച്ച് നോക്കേണ്ട ഒരു വാഹനം തന്നെയാണ്. കാരണം എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇതൊന്നും ഓടിച്ച് നോക്കാം. കാരണം അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടോയും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുള്ളൂ. പിന്നെ പുതുതായിട്ടൊരു ഓട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് ഒരു ഇലക്ട്രിക് ഓട്ടോ എന്ന് പറയുന്നത്. കാരണം ആദ്യമായിട്ട് നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ചിലവില്ലാണ്ട് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെ പറ്റി തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓട്ടോ ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത് ഇറ്റ്സ് മീ നിജിത്. താങ്ക് യു.